അഭിപ്രായമാണ്. അതിപ്പോ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലേ? ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കെന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. എം മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. അതിപ്പോ എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. ആലപ്പുഴയിലെ കാര്യം അവരാ പറയേണ്ടത്. ആലപ്പുഴ എന്നാലും അയാള് പ്രസ്ഥാനം വിട്ടൊന്നും പോകുന്നൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്, ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായ ഒരുമാതിരി അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. പാർട്ടി അതൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇതിന് മുമ്പ് എത്ര പേരെ പുറത്താക്കി. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേരിപ്പൊ പറയുന്നത് മര്യാദകേടായോണ്ടാ ഞാൻ പറയാത്ത. പുറത്താക്കിയവര് പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്ന കെട്ടിയിട്ടില്ലാതെ. എം മണിക്ക് ഇതിനകത്ത് തുടരാം, വേണ്ട പോകാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ എം മണിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇതിനകത്ത് കെട്ടിയൊന്നും വെക്കല്ല. പാർട്ടിക്കകത്ത് അയാളെ MLA MP മന്ത്രിയും എല്ലാം ആയതല്ലേ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രസ്ഥാനം മുന്നോട്ട് പോകും. പോകുന്ന പോക്കാ. എല്ലാം ഒന്നും നൽകിയത് കാറൽ മാർക്സും എംഗൽസുമാ. എല്ലാം നൽകിയത് കാറൽ മാർക്സ്, എംഗൽസ്. പിന്നെ എങ്ങനെ നോക്കിയാൽ EMS ഒരുപാട്, ഇന്ത്യയിലെ P. സുന്ദരയ്യ, അവിടൊക്കെ വലിയ സംഭാവന ചെയ്ത് ഈ പ്രസ്ഥാനമാക്കിയതാണ്. അതിനകത്ത് ഈ സുധാകരനും M മണിയും. ഇപ്പോൾ M മണിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്ക് എല്ലാം നൽകിയ ആളല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് മാർക്സും എംഗൽസുമാണ്. പാർട്ടി വിട്ടു പോകുന്നവർക്ക് പോകാൻ പാർട്ടിയുമായി ആരും കെട്ടിവെച്ചിട്ടില്ല എന്നൊക്കെ M മണിയുടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.